അമേരിക്കൻ അമ്മച്ചി സതീശനെ കുറിച്ച് പറയുന്നു, ഇവൻ വരാലിന്റെ കൂട്ടത്തിലെ വട്ടാൻ. മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് വി.ഡി. സതീശൻ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും ഒത്തുചേർന്ന് PR പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യനെറ്റിലും മരമുറിക്കൊള്ളക്കാരന്മാരുടെ ചാനലിലും എന്നുവേണ്ട സകലമാന മാധ്യമങ്ങളെയും ഈ തേൻകണി വീരൻ വിലക്കെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇല്ലാത്ത ഇമേജ് കള്ളപ്പണമിറക്കി ഊതി പെരുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഈ വി.ഡി. സതീശനെ കുറിച്ചുള്ള അഭിപ്രായം കേൾക്കുക. ഇനി പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത് അമേരിക്കയിൽ നിന്നും ഞങ്ങളെ വിളിച്ച മറിയാമ്മ സാം എന്ന 86 വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ വാക്കുകളാണ്. എത്ര കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമാണ് അമ്മച്ചി നടത്തുന്നത് എന്ന് കേൾക്കുക. ഹലോ, ന്യൂയോർക്കിൽ നിന്നാണ്, മറിയാമ്മ സാമാണ്. അല്ല, പേടിച്ചു നിന്നിട്ട് കാര്യമുണ്ടോ? അവനൊരു പുരുഷത്വം ഇല്ലേ? എന്താന്നറിയത്തില്ല. നമുക്കിപ്പോ ഇനിയും പറയേണ്ടത് ഈ വി.ഡി. സതീശനെതിരെയാ. ഈ തേൻകണിപ്പെടുത്തി ഇവനെ ഇല്ലാതാക്കി സുധാകരനെ ഒതുക്കി ഈ സതീശനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സതീശനെ ഞാൻ പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിൽ പറയാം. നമ്മൾ നാട്ടിലെ കേരളത്തിലെ വരാലെന്നും പറഞ്ഞൊരു മീനുണ്ട്. അത് ഏറ്റവും രുചിയായിട്ട് നമ്മൾ കഴിക്കും. അതിന്റെ കൂട്ടത്തിലൊരു മീനുണ്ട്, വട്ടാൻ. ആ വട്ടാനാണ് അവൻ. അത് കുഞ്ഞിനെ സാറിന് അറിയത്തില്ലായിരിക്കും, അല്ലെ കുഞ്ഞിനെ അറിയത്തില്ലായിരിക്കും. ഞങ്ങളുടെ അമ്മച്ചിമാർക്കൊക്കെ അറിയത്തുള്ളൂ. എനിക്ക് 58 വയസ്സുണ്ട്. മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ കൂട്ടുന്ന വരാല്, അതിന്റെ കൂട്ടത്തിലുള്ളതാണ് വട്ടാൻ. അത് നമ്മുടെ കൂട്ടത്തില്ല എന്ന് പറഞ്ഞ ഒരു വട്ടാനാണ്. ഈ വരാലിന്റെ കൂട്ടത്തിലെ വട്ടാനാണോ സതീശ്? കണിശമായിട്ട് 100% അവൻ എന്തോ കാണിക്കുന്നത്? നമ്മുടെ കേരളം നശിപ്പിച്ചു. ഞാൻ 21 വയസ്സുള്ളപ്പം മുതലേ ഞാൻ കോൺഗ്രസിന്, അന്ന് 21 വയസ്സ് തുടങ്ങുമ്പോഴേ ഉള്ളൂ, ഇപ്പൊ 18. അന്ന് മുതലേ ഞാൻ വോട്ട് ചെയ്ത ഒരാളാ കോൺഗ്രസിലെ. ഞാനിപ്പോ ന്യൂയോർക്കിലാണ്. സങ്കടം, വിഷമിക്കുക. അവനെ ഓർത്ത്, രാഹുലിനെ ഓർത്ത്. പാവം പയ്യൻ, നല്ല സുധാകരനെ ഒക്കെ മാറ്റി എത്ര നല്ല കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. ആ സണ്ണി ജോസഫ് എന്തോ എടുക്കുവായിരുന്നു അവിടെ ഇരുന്ന്. ഈ സതീശന്റെ അടിത്തട്ട് നിൽക്കിയവരല്ല. ആ കൊഴുനാടനൊക്കെ എന്തൊരു നല്ല കഴിവുള്ള പിള്ളേര. ഒന്നിനെ എടുക്കാതെ ഈ കൊച്ചിനെ ചാടിച്ചിരിക്കുക. എല്ലാരും കൂടെ നോക്കെ എങ്ങനെങ്കിലും സതീശൻ മുന്നിൽ നിന്ന് കിടന്ന് ചാടിയാൽ UDF-ന് ഗുണം ഉണ്ടാവുമോ ദോഷം ഉണ്ടാവുമോ? കണിശമായിട്ടും കോൺഗ്രസ് താഴെ പോകും. പിന്നെയും പിണറായി കയറും. പിണറായിയുടെ അഡ്ജസ്റ്റ്മെന്റ് കണ്ടോ? എല്ലാരും അവരെ ഒരുപോലെ തന്നെ കൊണ്ടുപോകുന്നു. അവിടെ ഇതുപോലെ ആരോഗ്യമില്ലാതെ ഈ വട്ടാൻ കയറിയാൽ ഈ കോൺഗ്രസ് താഴെ പോത്തേ ഉള്ളൂ. ഇനി ഈ കോൺഗ്രസ് മുന്നിൽ വരാൻ പോകുന്നില്ല. ഇടതു മുന്നണി കയറിപ്പോവും. അത്രേ ഉള്ളൂ. പിണറായി എത്ര നല്ലതായിട്ട് കൊണ്ടുപോയി അവരുടെ ആ സംഘടനയെല്ലാം കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഈ കോൺഗ്രസിലെല്ലാം തല്ലിപ്പൊളി അടിച്ചു പൊളിക്കുക. അവർക്ക് എപ്പോഴും ഇങ്ങനെ അടിച്ചു പൊളിക്കാനുണ്ട് നേരെ. ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചു. ആ കൊച്ചിനോട്ട് കഴിവുമില്ല. അത് പറയാനാ. എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ ഒന്ന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ആലോചിക്കുക. അത് തന്നെ പറയാനാ ഞാൻ വിളിച്ചത്. ന്യൂയോർക്കിൽ നിന്നാണ് വിളിച്ചത്.